ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ ക്ലാസ്. നമ്മുടെ പരീക്ഷയെ ബേസ് ചെയ്തുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല, എങ്ങനെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറഞ്ഞാൽ അതിന് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യം നോക്കാൻ പോകുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എവിടെയാണ്? നിങ്ങൾക്കറിയാം, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമുക്കറിയാം ആ ചാപ്റ്റർ എന്താണ്? ശ്രീകാന്ത് ബോലെയുടെ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് ശ്രീകാന്ത് ബോലെയുടെ ലൈഫിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് ശ്രീകാന്ത് ബോലെയെ ഇന്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു 6 ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നേക്കാം. അങ്ങനെ വന്നാൽ എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം? അതിന് നമുക്കൊന്ന് റെഡി ആയിട്ടിരിക്കാം. അപ്പം നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു 8 ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു 6 ചോദ്യങ്ങൾ അതിൽ നിന്ന് എടുത്താൽ മതിയാകും. 6 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ, 4 ചോദ്യങ്ങളാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിന് എടുത്ത് എഴുതാവുന്നതാണ്. നമ്മളിവിടെ നല്ല ഒരു 8 ചോദ്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നോക്കുക, പ്രിപ്പയർ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ഇന്റർവ്യൂ ശ്രീകാന്ത് ബോല. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വേറൊന്നുമല്ല, ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള ചോദ്യമാണ്. ഇതിനകത്ത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ പരീക്ഷയ്ക്കാണെങ്കിൽ കൃത്യമായിട്ട് എത്ര ചോദ്യങ്ങളെന്ന് പറയും. അല്ലെങ്കിൽ മാർക്ക് 6 മാർക്കാണെങ്കിൽ 6 ചോദ്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 മാർക്കാണെങ്കിൽ 4 ചോദ്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നോക്കുക, ഒന്നാമത്തെ ചോദ്യം, യു were born without eyes. യു were born without eyes. നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കണ്ണില്ലായിരുന്നു അല്ലെ, നിങ്ങൾക്ക് കാഴ്ചയില്ലായിരുന്നു. ഹൗ ചലഞ്ചിങ് വാസ് യുവർ ചൈൽഡ്ഹുഡ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു, വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അല്ലെ. നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, അറ്റ് സ്കൂൾ യു സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. സ്കൂളിൽ നമുക്കറിയാം ഇദ്ദേഹം ഇരുന്നത് അവസാനത്തെ ബെഞ്ചിലാണ് അല്ലെ. ആ ഒരു കാര്യം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അറ്റ് സ്കൂൾ യു സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. നിങ്ങൾ ഇരുന്നത് ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു, അവസാനത്തെ ബെഞ്ചിലായിരുന്നു. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആയിട്ട് ഒഴിവാക്കപ്പെട്ട അല്ലെ, നിങ്ങൾ യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസിലും പങ്കെടുപ്പിച്ചിരുന്നില്ല. ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നത് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്, സമീപനമാണ്. ടുവേർഡ്സ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് പീപ്പിൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളോടുള്ള സമൂഹത്തിന്റെ സമീപനമാണ് ഇത് കാണിക്കുന്നത്. വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക. വെൻ യു were എ ഹൈസ്കൂൾ സ്റ്റുഡൻറ്, നിങ്ങൾ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ, യു ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് അവസരം ലഭിക്കുകയുണ്ടായി. എന്തിനാണ്? ടു വർക്ക് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം വിത്ത് ഡോക്ടർ കലാം. അപ്പോൾ ഡോക്ടർ കലാമുമായിട്ടുള്ള ആ ഒരു അനുഭവം എങ്ങനെയുള്ളതായിരുന്നു? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തെ ചോദ്യം നോക്കുക. ആഫ്റ്റർ 10th grade, 10ാം ക്ലാസ്സിന് ശേഷം, വെൻ യു were നോട്ട് അലൗഡ്, നിങ്ങളെ അനുവദിക്കാഞ്ഞപ്പോൾ, ടു സ്റ്റഡി സയൻസ്, സയൻസ് പഠിക്കാൻ നിങ്ങളെ അനുവദിക്കാതിരുന്നപ്പോൾ, യു ഡിസൈഡഡ് ടു സൂ ദ ഗവൺമെന്റ്, നിങ്ങൾ തീരുമാനിച്ചു എന്താണ്? ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കാൻ, ഗവൺമെന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ഡിഡ് യുവർ പേരൻസ് ആൻഡ് റിലേറ്റീവ്സ്, നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ റിലേറ്റീവ്സും അല്ലെ, നിങ്ങളുടെ അച്ഛനും അമ്മയും അതുപോലെ ബന്ധുക്കളും ഒക്കെ സപ്പോർട്ട് യു ദെൻ, അന്നേരം നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ, ആ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ. ഇതാണ് ചോദ്യം. ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുകയാണ് അല്ലെ, അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കുക. യു were the first blind student, നിങ്ങളായിരുന്നു ആദ്യത്തെ അന്ധനായ വിദ്യാർത്ഥി. ഇൻ ദ ഹിസ്റ്ററി ഓഫ് MIT, MITയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ അന്ധനായ വിദ്യാർത്ഥി നിങ്ങളായിരുന്നു. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ദെയർ, അവിടെ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? അപ്പൊ അവിടുത്തെ അനുഭവം എന്തായിരുന്നു? MITയിലെ നിങ്ങളുടെ അനുഭവം അല്ലെ. മാസച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമേരിക്കയിലെ സ്ഥാപനമാണ്, ലോകത്തെ തന്നെ നമ്പർ 1 ആണ്. അപ്പൊ അവിടെ വെച്ചുള്ള അനുഭവം എന്തായിരുന്നു? ഇനി നോക്കുക, ആറാമത്തെ ചോദ്യം. ഹൂ ഈസ് ദ പേഴ്സൺ, ആരാണ് വ്യക്തി, ആ വ്യക്തി. ഹൂ ഇൻഫ്ലുവൻസ്ഡ് യു, നിങ്ങളെ സ്വാധീനിച്ച ആ വ്യക്തി ആരാണ്? ദ മോസ്റ്റ്, ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഇൻ യുവർ
ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ആ വ്യക്തി ആരാണ്? ഇതാണ് 6ാമത്തെ ചോദ്യം. ഇനി 7ാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു എക്സ്ട്രാ നമ്മൾ 8 ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. 6 മാർക്കിനാണെങ്കിൽ 6 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ചോദ്യം കൂടി എഴുതി വെക്കാം. അങ്ങനെ 7 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നോക്കുക, 7ാമത്തെ ചോദ്യം ഇതാണ്. ആൻ ഓൺട്രപ്രണർ ഷുഡ് ഹാവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു ഓൺട്രപ്രണറിന്, നമ്മൾ പറഞ്ഞു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബിസിനസ്സുകാരനാണ് അല്ലെ. ഒരു ബിസിനസ്സുകാരന് ഷുഡ് ഹാവ് ഉണ്ടാകണം, എന്തുണ്ടാകണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകണം. ഡു യു തിങ്ക് സോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഇതാണ് 7ാമത്തെ ചോദ്യം. ഇനി 8ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ മെസ്സേജ്? എന്താണ് മെസ്സേജ്? എന്താണ് സന്ദേശം? യു വുഡ് ലൈക്ക് ടു ഗീവ്. നിങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന സന്ദേശം എന്താണ്? ആർക്കാണ്? ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വൈകല്യങ്ങളുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന മെസ്സേജ് എന്താണ്? എന്ത് മെസ്സേജാണ് അവർക്ക് നിങ്ങൾ കൊടുക്കുക? ഇതാണ് 8ാമത്തെ ചോദ്യം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, മറ്റാരുടെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞാലും, ഏതൊരു വ്യക്തി ഇന്റർവ്യൂ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആരുടെ ഇന്റർവ്യൂ ആണെങ്കിലും കണ്ണും പൂട്ടി നമുക്ക് കൃത്യമായിട്ട് അവരെ പറ്റി കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ കൂടി എഴുതി വെക്കാൻ പറ്റുന്ന തരത്തിൽ, ആർക്കും എഴുതാൻ പറ്റുന്ന തരത്തിൽ ഒരു 6 ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.